Good morning guys, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡേറ്റ ടൈപ്സിനെ പറ്റിയാണ്. ഈ ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയബിൾസിനെ പറ്റി പറഞ്ഞില്ലേ. വേരിയബിൾസ് എന്താണ്? ഒരു വാല്യൂ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു പെട്ടി മാതിരി. സോ ആ പെട്ടിയിലോട്ട് എന്ത് തരം വാല്യൂ ആണ് വരുന്നതെന്ന് കമ്പ്യൂട്ടറിന് അറിയേണ്ട ആവശ്യമുണ്ട്. എന്നാലേ ആ കമ്പ്യൂട്ടറിന് ആ ഒരു സൈസിനുള്ള പെട്ടി എടുക്കാൻ പറ്റൂ. ഗൈസ്, ഇത് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും പറയുന്നത്. ഒറിജിനൽ ഡെഫിനിഷൻ ഇതൊന്നുമല്ല. ഒറിജിനൽ ഡെഫിനിഷൻ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക. നമ്മൾ ജസ്റ്റ് പ്രാക്ടിക്കലായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. 5 തരം ഡേറ്റ ടൈപ്സ്, 5 ഞാൻ ടൈപ്പ് ചെയ്ത് പോകാൻ എത്ര ഉണ്ടെന്ന് ഞാൻ എണ്ണിയില്ല. സോ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ഉണ്ട്, സ്ട്രിങ് ഡേറ്റ ടൈപ്പ് ഉണ്ട്, ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് ഉണ്ട്, ഡബിൾ ഡേറ്റ ടൈപ്പ് ഉണ്ട്, ഫ്ലോട്ട് ഇതിലില്ല, ലോങ് ഉണ്ട്, ഷോർട്ട് ഉണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ്. സോ എന്ന് വെച്ചാൽ ഇൻറ്റിജർ വാല്യൂസ് കയറുന്ന ഡേറ്റ. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് കൂടി നിൽക്കുന്നതാണ് സ്ട്രിങ്. ഡബിൾ കോട്ട്സ് എഴുതുന്നത് എല്ലാം ഒരു സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ക്യാരക്ടർ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. സോ നമുക്കൊരു ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ഇനിഷ്യലൈസ് ചെയ്യാം. var ഏജ് ഇൻറ്റ് ഈക്വൽ ടു 12. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു വേരിയബിളിനെ ഡേറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെയാണ്? കീവേഡ് വാർ എന്ന് പറഞ്ഞ കീവേഡ്, പിന്നെ വേരിയബിളിൻ്റെ പേര്, പിന്നെ ഫുൾ കോളൻ, പിന്നെ അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇട്ട് കൊടുക്കണം. ഇത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറുണ്ട് കോട്ട്ലിനിൽ. നമ്മളിപ്പോൾ ഡേറ്റ ടൈപ്പ് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ കോട്ട്ലിനെ അറിയാം. കോട്ട്ലിന് ഒരു ഇൻ്റലിജൻറ്റ് ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ 12 ആണ്, അതൊരു ഇൻറ്റിജറാണ്. അതുകൊണ്ട് ഈ ഏജ് ഇൻറ്റിജർ ആയിരിക്കും. ഇപ്പം നമ്മൾ ഇവിടെ മാറ്റിയിട്ട് ഡബിൾ കോട്ട്സ് ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും? സ്ട്രിങ്ങിലോട്ട് മാറും അല്ലേ. സോ ഈ ഏജിനകത്ത് സ്ട്രിങ് ആണ്. നമ്മളിപ്പോൾ ഞാൻ വേരിയബിൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇൻറ്റിജറാണ്. അപ്പോഴേ എറർ അടിക്കും. കണ്ടോ, പറയുകയാണ് സ്ട്രിങ് കനോട്ട് ബി. സ്ട്രിങ്ങും ഈ സ്ട്രിങ് ആണ് ഇവിടെ കിടക്കുന്നത്, പക്ഷേ ഇവിടെ വേണ്ടത് ഇൻറ്റിജറാണ്. സോ അത്രയേ ഉള്ളൂ അബൌട്ട് ഇൻറ്റിജർ. ഞാൻ ഒന്നുകൂടെ കാണിക്കാം എങ്ങനെയാണ് നമ്മൾ ഡേറ്റ ടൈപ്പ് എഴുതുന്നത്. കീവേഡ് വാർ കീവേഡ് വാർ അല്ലെങ്കിൽ വാലായാലും കുഴപ്പമില്ല. ഏജ് എഴുതിയിട്ട് ഫുൾ കോളൻ ഇട്ടിട്ട് നമ്മൾ ഏതാ ഡേറ്റ ടൈപ്പ് ആ ഡേറ്റ ടൈപ്പ് എഴുതി കൊടുക്കണം. ഈക്വൽ ടു 12. ഇത് നോർമലി നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഡേറ്റ ടൈപ്പ് എഴുതാറില്ല, പക്ഷേ ഡിക്ലെയർ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് എഴുതിയേ പറ്റൂ. കാണിച്ചു തരാം. വാൾ നെയിം എന്നിട്ടേക്കോ. ഇപ്പോൾ കമ്പൈലർ നമ്മളെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഐ ഡി വിചാരിക്കും ഇതിൻ്റെ അകത്തോട്ട് എന്തോ ആണ് ഇടേണ്ടത്, അല്ലെങ്കിൽ ഇത് എങ്ങനത്തെ ടൈപ്പ് പെട്ടിയാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലേ. വാൾ നെയിം അപ്പോൾ എന്തുവാ, ഒന്നും പറയാൻ പറ്റത്തില്ല. സോ ഇത് എറർ അടിക്കും. നമുക്ക് ഇതിന് പകരം സ്ട്രിങ് എന്നിട്ട് കൊടുത്താൽ ആ എറർ പോയി കിട്ടും. എന്ന് വെച്ചാൽ ഒരു സ്ട്രിങ് ടൈപ്പ് കൊള്ളുന്ന ഒരു പെട്ടി റെഡിയാക്കി വെക്കും. ഇനി നമുക്ക് വാൽ ഇട്ടിട്ട് കാര്യമില്ല, നമുക്ക് വാർ എഴുതാം. വാർ നെയിം സ്ട്രിങ്. ഓക്കെ, സോ സ്ട്രിങ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിലുള്ളതാണ് ഈ നെയിം എന്ന് പറയുന്ന വേരിയബിൾ. സോ നമുക്ക് നെയിം ഈക്വൽ ടു മനീഷ് എന്ന് അടിച്ചു കൊടുക്കാം. സോ ഇപ്പോൾ പറയുന്നത് നമ്മൾ ഐ ഡി കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു സജഷൻ പറയും. ഇങ്ങനെ ചെയ്യേണ്ട, വേണമെങ്കിൽ ഒന്നായിട്ട് എഴുതാൻ പറയും. ഇങ്ങനെയാണ് എഴുതുന്നതെന്ന് പറയും. ഇത് എഴുതുമ്പോൾ തന്നെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിടക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് റിഡൻഡൻ്റ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ആവശ്യമില്ല. കോട്ട്ലിൻ ലാംഗ്വേജിന് നമ്മളെ വാല്യൂ കാണുമ്പോൾ മനസ്സിലാവുമെന്നാണ് നമ്മൾ ഐ ഡി നമ്മളോട് പറയുന്നത്. പക്ഷേ അത് കിടന്നാലും കുഴപ്പമില്ല. സോ സാധാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് എങ്ങനെ എഴുതുന്നത്? ഡേറ്റ ടൈപ്പ് ആദ്യം എഴുതും, വേരിയബിളിൻ്റെ പേര് പിന്നെ എഴുതും, ഈക്വൽ ടു 12. പക്ഷേ ഇവിടെ നമ്മളെ വേരിയബിൾ വാൾ എഴുതും, വേരിയബിളിൻ്റെ പേരെഴുതും, പിന്നെ ഡേറ്റ ടൈപ്പ് എഴുതും. ഇതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വാൾ എന്ന് വെച്ചാൽ ഇമ്മ്യൂട്ടബിലിറ്റിയാണ്, റീഡ് ഓൺലി. ഇനി ഈ ഏജിൻ്റെ വാല്യൂ മാറ്റാൻ പറ്റത്തില്ല. വാർ എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ഈ നെയിമിനകത്തുള്ള വാല്യൂ മാറ്റാം എന്നും പറഞ്ഞ് നമുക്ക് നെയിമിനകത്തുള്ള വാല്യൂ വേറെ ഡേറ്റ ടൈപ്പിലോട്ട് മാറ്റാൻ പറ്റത്തില്ല. കിട്ടുന്നുണ്ടല്ലോ. സോ ഇപ്പോൾ എന്നാ പറയുന്നത്, ഇത് ക്യാരക്ടറായിപ്പോയി, ഇപ്പോൾ അത് സ്ട്രിങ് ആയി. ഇങ്ങനെ മാറ്റാം. പക്ഷേ നമുക്ക് ഒരിക്കലും വേറൊരു ഡേറ്റ ടൈപ്പിലെ വേരിയബിൾ എടുത്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. വേറെ ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂ എടുത്തിട്ട് വേരിയബിൾ ഇടാൻ പറ്റത്തേ ഇല്ല. സോ ഞാൻ കാണിക്കാം. പ്രിൻ്റ് എടുത്തിട്ട് ഇൻ്റർപൊളേഷനാണ് എനിക്കിഷ്ടം. സോ ഇൻ്റർപൊളേറ്റ് ചെയ്യാണ് നെയിം നമ്മളെ ന്യൂ ലൈൻ ക്യാരക്ടർ. അത്രയേ ഉള്ളൂ.
ഇനി ഞാൻ ഇതിന് ഡബിൾ കോട്ട്സ് ഇടുവാണ്. അപ്പോൾ അതും സ്ട്രിങ് ആയി, നെയിമിൻ്റെ വാല്യൂ അപ്ഡേറ്റഡ് ആയി. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആദ്യം മനീഷ് എന്ന് വരും, സെക്കൻഡ് 12 എന്ന് വരും. മനീഷ് എന്ന് ആദ്യം വന്നു, പിന്നെ അതേ വേരിയബിളിലാണ് നമ്മൾ റീഅസൈൻ ചെയ്ത് കൊടുത്ത വാല്യൂ. പക്ഷേ വാലിൻ്റെ കാര്യം പറയേണ്ട, വാല് റീഅസൈൻ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. എന്താ ഏജ് ഈക്വൽ ടു 12, 13 അല്ലെങ്കിൽ 113. സോ എററാണ്, ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്താ പറയാൻ ഉള്ളതെന്ന് വെച്ചാൽ അടുത്ത ഡേറ്റ ടൈപ്പ് ഏതാ? ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്? നമ്മളെ കീവേഡ് പിന്നെ ആൽഫയെന്ന് ഇടുക, ചുമ്മാ ഒരു പേര് ഈക്വൽ ടു എ, അത്രയേ ഉള്ളൂ ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്. ഇത് സിംഗിൾ കോട്ട്സിൽ കണ്ടാൽ നമ്മൾ കോട്ട്ലിൻ ലാംഗ്വേജിന് മനസ്സിലാവും ഇതൊരു ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് ആണെന്ന്. അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം ക്യാരക്ടറാണ്. സോ ക്യാരക്ടർ കഴിഞ്ഞു. ഡബിൾ എങ്ങനെയായിരിക്കും? വാർ ഫ്ലോട്ടിംഗ് എന്ന് എഴുതുക, എന്നിട്ട് ഞാൻ ഡബിൾ എഴുതുക ഈക്വൽ ടു 2.2.0. സിമ്പിളാണ്. ഷോർട്ടും ലോങ്ങും അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഷോർട്ടും ലോങ്ങിനെ പറ്റിയും പറഞ്ഞുതരാം വ്യത്യാസം എന്താണെന്ന്. സോ നമുക്ക് ഇൻറ്റിൻ്റെ ഗ്രേറ്റസ്റ്റും ഷോർട്ടസ്റ്റും വാല്യൂ എന്താണെന്ന് നോക്കാം. ബിഗ് ഇൻ്റർപോളേറ്റ് ചെയ്യണേ. നമ്മളൊരു ഈ ഇൻറ്റിജർ, സ്ട്രിങ്, ക്യാരക്ടർ, കോട്ട്ലിനുള്ള എല്ലാ ഡേറ്റ ടൈപ്സും ക്ലാസ് ആണ്. ക്ലാസ് എന്ന് പറയുമ്പോൾ ക്ലാസ്സിനെ പറ്റി ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പറയാം. ക്ലാസ്സിൻ്റെ അകത്ത് കുറേ ഫങ്ഷൻസും എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ വേരിയബിൾസും ഉണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ അത് ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ ആ ക്ലാസ് എല്ലാം ഡേറ്റ ടൈപ്സ് ഒരു ക്ലാസ്സാണ്. സോ നമ്മൾ ആ ക്ലാസ്സിനകത്തുള്ള ഫംഗ്ഷനെ വിളിക്കണമെങ്കിൽ നമ്മൾ ഡോട്ട് ഓപ്പറേറ്ററാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ ആ ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം നമ്മൾ ID നമ്മൾ കാണിക്കുന്നതായിരിക്കും. സോ ഞാൻ മാക്സിമം വാല്യൂ എന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തത്. എന്നിട്ട് സ്മോൾ ന്യൂ ലൈൻ ക്യാരക്ടർ ടു സ്മോൾ എന്ന് എഴുതി ഇൻ്റർപോളേറ്റ് ചെയ്തു. int ഡോട്ട് മിൻ വാല്യൂ എന്നിട്ട് ഞാൻ ഇതിലേക്ക് പിടിക്കുവാണ്. ഓക്കെ, നമ്മളെ ഷോർട്ടിനും ലോങ്ങിനും വേണ്ടിയിട്ട് ലോങ് ഷോർട്ട് ഓക്കെ ആണേ. കുറച്ച് ബാക്ക് അടിച്ച് അങ്ങ് പോവോ. ഓക്കെ, ഞാൻ ഇപ്പോൾ റൺ ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വ്യത്യാസമെന്ന്. ഈ ഷോർട്ടും ലോങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ തന്നെയാണ്, പക്ഷേ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന്. ഓക്കെ, ബിഗ് ഇൻറ്റ്, സ്മോൾ ഇൻറ്റ്. ഓക്കെ, ഇതാണ് ഇൻറ്റിജറിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ, ഇതാണ് ഇൻറ്റിജറിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ. പക്ഷേ ഒരു ലോങ്ങിൻ്റെ നോക്കി എത്ര വലുതാണെന്ന് നോക്കി, ഇത്രയും ഡിജിറ്റ്സ് കൊള്ളും ലോങ്ങിനകത്ത്. ഷോർട്ടാണെങ്കിൽ ഇത്ര ഡിജിറ്റ്സേ കൊള്ളൂ. സോ അതാണ് വ്യത്യാസം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്പ് കാസ്റ്റിങ്ങിനെ പറ്റിയാണ്. ടൈപ്പ് കാസ്റ്റിംഗ് ഒരു ഡേറ്റ ടൈപ്പിൽ വേറൊരു ഡേറ്റ ടൈപ്പിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ആദ്യം തന്നെ ഒരു സ്ട്രിങ് എഴുതിയാണേ. var 12 ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്ത് എഴുതുന്ന എല്ലാം സ്ട്രിങ് ആണ് 12. ഇനി ഞാൻ ഈ 12-നകത്ത് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ എഴുതുക പ്രിൻറ്റ് ഇൻ്റർപോളേറ്റ് ചെയ്യാം 12 + 2. ഒരു സ്ട്രിങ്ങിൻ്റെ കൂടെ എപ്പോൾ പ്ലസ് ഇട്ടിട്ട് എന്തെല്ലാം എഴുതിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ ഇട്ടാലോ ആ വേരിയബിൾ ഈ സ്ട്രിങ്ങിൻ്റെ ബാക്കിൽ വന്ന് അറ്റാച്ച്ഡ് ആവും. നമുക്ക് സത്യമാണോ നോക്കാം. റൺ ചെയ്യുവാണ്. കണ്ടോ, ഈ 12-ൻ്റെ കൂടെ ഈ 2 വന്ന് അറ്റാച്ച് ചെയ്തു. ഇനി ഞാൻ ഈ സ്ട്രിങ്ങിനെ ഇവിടെ ഒരു ന്യൂ ലൈൻ അടിച്ചേക്കാം. ഇനി ഞാൻ അതേ സ്ട്രിങ്ങിനെ ഞാൻ ഇതാക്കിയാണ് 12 ഈക്വൽ ടു 12 ഡോട്ട് അടിച്ചിട്ട് 2. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, സോറി. സോ അടുത്തൊരു വേരിയബിൾ ക്രിയേറ്റ് ആണ്. var
അല്ലെങ്കിൽ നമുക്ക് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് അകത്ത് തന്നെ എഴുതാം. പ്രിൻറ്റ് $12 ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മൾ ആ സ്ട്രിങ്ങിനകത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫങ്ഷൻസും വിസിബിൾ ആവും. എന്നിട്ട് ഞാൻ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് $2 കൊടുക്കുകയാണ്, +2 എഴുതിയാണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്നത് 14 ആയിരിക്കും. 14. ഓക്കെ. സോ ഇൻറ്റിജറിലോട്ട് മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഡോട്ട് ഇൻറ്റ് അല്ലേ. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പോണത് എന്ന് വെച്ചാൽ നേരെ തിരിച്ച് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടുന്നത് നോക്കാം നേരെ തിരിച്ച് ചെയ്തിട്ട്. ഞാനിപ്പോൾ എഴുതിയ var num = 12 എഴുതുക. ഞാൻ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് പറയുവാണ്, ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടി യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഞാൻ ചെയ്യുക പ്രിൻറ്റ് num to string. നമ്മൾ സ്ട്രിങ്ങിലോട്ട് മാറ്റിയാണ് അടുത്തതായിട്ട് +2. അപ്പോൾ എന്തായിരിക്കും കിട്ടാൻ പോണത്? അപ്പോൾ നമുക്ക് ഇത് കിട്ടും, 122 കിട്ടും. ഇത് കൊടുത്തില്ലേ? കൊടുത്തായിരുന്നല്ലോ. ഓക്കെ, 122 കിട്ടി. സോ ഒരു സ്ട്രിങ്ങിലോട്ട് മാറ്റാനാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും .to_string. അതുപോലെ തന്നെ ടു ക്യാരക്ടർ ഉണ്ട്, ടു ഡബിൾ ഉണ്ട്. പിന്നെയും നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറുണ്ട് കേട്ടോ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക്. ഞാനിപ്പോൾ var number = 65 എഴുതുവാണേ. എന്നിട്ട് ഞാൻ പ്രിൻ്റ് ചെയ്യുക number.toCharacter. എന്തായിരിക്കും വരാൻ പോണത്? 65 എന്തായാലും സ്ട്രിങ് ആയിട്ട് വന്നാൽ എററാവൂലേ? ഇപ്പം നോക്കിക്കോ, എ എന്ന് വന്നല്ലേ, എ. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻറ്റിജർ ക്യാരക്ടർ ആക്കുമ്പോൾ അതിൻ്റെ ആസ്കി വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൽഫബറ്റ് ആയിരിക്കും വിസിബിൾ ആവുന്നത്. എന്ന് വെച്ചാൽ 65-ൻ്റെ എയുടെ ആസ്കി വാല്യൂ ആണ് 65. സോ അത്രയേ ഉള്ളൂ. നേരെ തിരിച്ചും ചെയ്യാം. പ്രിൻറ്റ്, ഞാൻ ബിയുടെ ആസ്കി വാല്യൂ ബി സിംഗിൾ കോട്ട്സ് കിട്ടതെന്ന് വെച്ചാൽ അതൊരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് ടു ഇൻറ്റിജർ. അത്രയേ ഉള്ളൂ. സോ എന്തായിരിക്കും 66. സോ അത്രയേ ഉള്ളൂ പറയാൻ. ഇനി ഒരു നൾ റെഫറൻസ് ഉണ്ട്, അത് ഞാൻ കുറച്ചും കൂടെ കഴിയുമ്പോൾ പറഞ്ഞു തരാം. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അടുത്ത വീഡിയോ ഒരു വീഡിയോ കൂടെ കഴിയുമ്പോൾ പറഞ്ഞു തരാം. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഡാറ്റ ടൈപ്സ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ഫംഗ്ഷനെ പറ്റി പഠിക്കും. അവിടെ തൊട്ടാണ് നമ്മളെ പരിപാടി പ്രോഗ്രാമിങ് തുടങ്ങാൻ പോണത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും അടിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ കമൻറ്റ് തന്നെ അടിക്കുക, എന്താ ഇഷ്ടപ്പെടാഞ്ഞെന്നും അടിക്കുക. എന്നാലേ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ എന്താ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം നമുക്കിതിൻ്റെ ഇടയ്ക്ക്. എന്നിട്ട് ജസ്റ്റ് കോമ്പറ്റീഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പിള്ളേർക്ക് കോമ്പറ്റീഷനെ പറ്റി അറിയത്തേ ഇല്ല. സോ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണം. അതൊന്ന് മാറ്റിയെടുക്കുന്നതാണ് മെയിൻ മോട്ടീവ്. അല്ലാതെ ഈ കോഴ്സ് വെച്ചിട്ട് ഡെവലപ്മെൻറ്റിന് ഉപയോഗിക്കാം, പക്ഷേ ഇത് മെയിനായിട്ട് കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനൊക്കെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് തിയറി ക്വസ്റ്റ്യൻസ് അല്ല, കോഡിംഗ് പ്രോബ്ലം ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത്. സോ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇഷ്ടമുണ്ടേൽ നമ്മൾ ഒരു ഡെവലപ്മെൻറ്റ് ലാംഗ്വേജ് പഠിക്കും. കുറച്ചും കൂടെ കമ്മ്യൂണിറ്റി ആകുമ്പോഴത്തേക്ക് അത് തുടങ്ങാം. ബിക്കോസ് ഇപ്പോഴേ തുടങ്ങിയിട്ട് കാര്യമില്ല. നമുക്ക് ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാം. സോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് പഠിക്കുക. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം ഗൈസ്.